കോർപ്പറേറ്റ് മേഖലയിൽ പ്രവർത്തിച്ചു വരവെ ആഗ്രഹം കൊണ്ട് കാക്കിക്കുപ്പായത്തിൽ എത്തുക. IPSകാരനായ ശേഷം മൂല്യബോധത്തിൽ നിന്നും അണുവിട വ്യതിചലിക്കാതെ പ്രവർത്തനം മുന്നോട്ടു കൊണ്ടുപോവുക. ഒടുവിൽ അന്വേഷണങ്ങളിലെ മികവുകൊണ്ട് ദേശീയ അന്വേഷണ ഏജൻസിയുടെ റഡാറിൽ വരികയും അവർ സുപ്രധാന തസ്തികയിൽ നിയമനവും നൽകി. R. വിശ്വനാഥ് IPS എന്ന യുവ ഉദ്യോഗസ്ഥനെ സംബന്ധിച്ചിടത്തോളം വലിയ നേട്ടമാണിത്. പ്രവർത്തന മികവും കുറ്റാന്വേഷണ രംഗത്തെ പഴുതടച്ച ശൈലിയും കൊണ്ട് ശ്രദ്ധേയനായ R. വിശ്വനാഥ് IPS ദേശീയ അന്വേഷണ ഏജൻസിയുടെ കൊച്ചി യൂണിറ്റ് SP ആയാണ് ചുമതലയേൽക്കുന്നത്. കൊച്ചി NIA യൂണിറ്റിൽ കേരള കേഡറിൽ നിന്നുള്ള ആദ്യത്തെ IPS ഉദ്യോഗസ്ഥൻ എന്ന ചരിത്ര നേട്ടത്തോടെയാണ് അദ്ദേഹം ഈ സുപ്രധാന പദവിയിലേക്ക് എത്തുന്നത്. കേരള പോലീസിൽ വിവിധ മേഖലകളിൽ നൽകിയ സേവനത്തിലൂടെ ശ്രദ്ധേയനായ R. വിശ്വനാഥന്റെ വരവ് NIAയുടെ പ്രവർത്തനങ്ങൾക്ക് വലിയ കരുത്തു പകരും. കേന്ദ്ര പ്രതിരോധ ക്രമസമാധാന ഏജൻസികളിലേക്ക് ഡെപ്യൂട്ടേഷൻ വ്യവസ്ഥയിലാണ് അദ്ദേഹത്തിന്റെ നിയമനം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഔദ്യോഗികമായി പുറപ്പെടുവിച്ചത്. രാജ്യസുരക്ഷ, ഭീകരവിരുദ്ധ അന്വേഷണങ്ങൾ, അന്തർ സംസ്ഥാന ബന്ധമുള്ള കേസ് അന്വേഷണങ്ങൾ എന്നിവ ഏകോപിപ്പിക്കുന്നതിൽ അദ്ദേഹത്തിന്റെ സാന്നിധ്യം കേന്ദ്ര അന്വേഷണ ഏജൻസിക്ക് വലിയ ഊർജമാകും. നിലവിൽ ഇന്റലിജൻസ് AIG അതുപോലെ SP പദവിയിൽ മികച്ച സേവനമനുഷ്ഠിച്ച് വരികയായിരുന്നു അദ്ദേഹം. രാജ്യശ്രദ്ധ ആകർഷിച്ച പ്രധാനപ്പെട്ട പല കേസുകളിലും അദ്ദേഹത്തിന്റെ ഇടപെടലുകൾ നിർണായകമായിരുന്നു. സംസ്ഥാനത്തെ പല പ്രമുഖ വധക്കേസുകളുടെയും അന്വേഷണ ചുമതലയുണ്ടായിരുന്ന പരിചയസമ്പന്നരായ ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ടുമാർ അടങ്ങിയ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ തലവനായും അദ്ദേഹം കാര്യക്ഷമമായി പ്രവർത്തിച്ചിട്ടുണ്ട്. പാലക്കാട് ജില്ലാ പോലീസ് മേധാവിയായിരുന്ന കാലയളവിലാണ് R. വിശ്വനാഥൻ എന്ന ഉദ്യോഗസ്ഥന്റെ പോലീസ് മിടുക്ക് കേരളം ഏറ്റവും കൂടുതൽ തൊട്ടറിഞ്ഞത്. വർഗീയ സംഘർഷങ്ങളും രാഷ്ട്രീയ കൊലപാതകങ്ങളും തടഞ്ഞ് പാലക്കാട് ജില്ലയിലെ ക്രമസമാധാന നില പൂർണ്ണമായും വീണ്ടെടുക്കാൻ അദ്ദേഹത്തിന്റെ ശക്തമായ നയങ്ങൾക്കും കർശന നടപടികൾക്കും സാധിച്ചു. അട്ടപ്പാടിയിലേറെ വിവാദമായ മധുവധക്കേസിൽ സാക്ഷികളുടെ തുടർച്ചയായ കൂറുമാറ്റം അന്വേഷണത്തിന് വലിയ ഭീഷണിയായപ്പോഴും കനത്ത വെല്ലുവിളികൾ അതിജീവിച്ച് മുന്നോട്ടു പോകാൻ അദ്ദേഹത്തിനായി. കേസിൽ പ്രതികൾക്ക് അർഹമായ ശിക്ഷ ഉറപ്പാക്കാൻ അദ്ദേഹത്തിന്റെ നിർണായക ഇടപെടലുകൾ കാരണമായി. നീതിപൂർവമായ തെളിവ് ശേഖരണത്തിലൂടെയാണ് അദ്ദേഹം അന്വേഷണം പൂർത്തിയാക്കിയത്. കൂടാതെ പാലക്കാടിനെ നടുക്കിയ സഞ്ജിത്, സുബൈർ, ശ്രീനിവാസൻ വധക്കേസുകളിലും കുറ്റമറ്റ രീതിയിലുള്ള പഴുതടച്ച അന്വേഷണമാണ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ പോലീസ് സംഘം പുറത്തെടുത്തത്. വർഗീയ തിരികൊളുത്താൻ ശ്രമിച്ച ശക്തികൾക്കെതിരെ കൃത്യമായ നടപടികൾ സ്വീകരിച്ച് ക്രമസമാധാന അന്തരീക്ഷം പുനഃസ്ഥാപിച്ചതിൽ അദ്ദേഹത്തിന്റെ പങ്ക് പരക്കെ പ്രശംസ പിടിച്ചുപറ്റി. തമിഴ്നാട്ടിൽ നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലേക്ക് വേരൂന്നിയ അന്തർ സംസ്ഥാന കവർച്ചാ സംഘങ്ങളെയും ക്രിമിനൽ നെറ്റ്വർക്കുകളെയും പൂട്ടിക്കെട്ടുന്നതിൽ വിശ്വനാഥ് വലിയ പങ്കുവഹിച്ചു. വയനാട്, പാലക്കാട് ജില്ലകളിൽ പോലീസ് മേധാവിയായി സേവനമനുഷ്ഠിച്ചപ്പോൾ അതിർത്തി മേഖലകളിലെ സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കാൻ അദ്ദേഹം മുൻകൈയെടുത്തു.